അങ്ങനെ ദേ കലോത്സവത്തിന്റെ 3-ാം ദിവസം ഈ ഒരു ചുട്ടുപൊള്ളുന്ന വെയിലത്തും നമ്മുടെ കുട്ടികളുടെ സ്വന്തം കളക്ടർ ബ്രോ നമ്മുടെ കൂടെ ഉണ്ട്. കുട്ടികളുടെ മാത്രമല്ല എല്ലാവരുടെയും സ്വന്തം. അപ്പൊ എങ്ങനെയുണ്ട് സാർ ഈ 3-ാം ദിവസത്തെ കലോത്സവ വേദിയിലെ ഒരു എക്സ്പീരിയൻസ്? ഈ ചൂടത്ത് എങ്ങനെയുണ്ട്? ഓരോ ദിവസം കൂടുമ്പോഴത്തേരും അതിന്റെ ആവേശം കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഓരോ ദിവസവും ജനത്തിരക്ക് കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കുട്ടികൾ ഒരുപാട് വരുന്നുണ്ട്. ബാക്കി കാണാൻ വേണ്ടിയിട്ട് ജില്ലേൻ്റെയും മറ്റു ഭാഗത്തു നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ഒരുപാട് പേര് ഇവിടെ എത്തുന്നുണ്ട്. സാറിന് എല്ലാ വേദിയും കവർ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്, എല്ലാ വേദിയിലേക്കും എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. അറേഞ്ച്മെന്റ്സ് എല്ലാം ഓക്കെ ആണ്, അല്ലാതെ പരാതികളൊന്നും പൊതുവെ ഇല്ല. പിന്നെ കുറച്ച് വേദികളിലൊക്കെ പോയിട്ട് കുറച്ച് ഈവൻറ്റ്സ് കാണാമെന്നാണ് വിചാരിക്കുന്നത്. മെയിൻ വേദി 2-3 വേദിയിലാണ് ഇപ്പോൾ ഉള്ളത്. തെക്കിൻകാടുള്ള വേദിയിലാണ് ഞാൻ കണ്ടത്. ബാക്കിയുള്ള സ്ഥലങ്ങൾ കുറച്ചൊന്ന് റാൻഡമായിട്ടൊന്ന് പോകാനാണ് വിചാരിക്കുന്നത്. പ്രോഗ്രാം ഫുൾ ആയിട്ടൊക്കെ കാണാൻ പറ്റുമോ? ഇല്ല, അധികം ഫുള്ളായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഇന്നലെ മറ്റേ മംഗലം കളി കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1-2 കളി പ്രോഗ്രാംസ് കാണാൻ പറ്റി. പിന്നെ 2 ദിവസം കൂടെ ഉണ്ടല്ലോ. നല്ല വെയിലുണ്ട്, പക്ഷെ ഇവിടെ ഒരുപാട് പേര്, ഒരുപാട് അസോസിയേഷൻസ്, അതുപോലെ ജില്ലാ PT അവരൊക്കെ ഒരുപാട് വെള്ളം കൊടുക്കുന്നുണ്ട്, മോര് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ സമയത്തും ഒരുപാട് സ്നാക്സ് കാര്യങ്ങളൊക്കെ അത്രയും പ്രൊട്ടക്റ്റീവായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് സേവ് ചെയ്യുന്നുണ്ട് അവർ. അതിനെപ്പറ്റി ഒരുപാട് നല്ലൊരു സഹകരണമാണ് നമ്മുടെ ജില്ലയിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം. എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലൊരു അനുഭവം സമ്മാനിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ കാര്യങ്ങൾ, വെള്ളം, ജ്യൂസ് അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ നമുക്ക് ജില്ലാ PTA അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഓറഞ്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള വെള്ളത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പല സ്ഥലത്തായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഭയങ്കര വെയിലാണ്, അപ്പോൾ ഡീഹൈഡ്രേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ വരുന്ന എല്ലാവരും നല്ലോണം വെള്ളം കുടിക്കുക, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ വരുന്ന കലാപ്രതിഭകളോട് എന്താണ് ഈ ഒരു 3-ാം ദിവസം പറയാനുള്ളത്? വരുന്ന കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നല്ലൊരു അവസരമാണിത്. അതേപോലെ തന്നെ കാണാം. ഒരു കോമ്പറ്റീഷനായിട്ട് കാണാതെ തന്നെ നിങ്ങൾ പരമാവധി പെർഫോമൻസ് കാഴ്ചവെക്കുക. ബാക്കി റിസൾട്ട് നമ്മുടെ കയ്യിലല്ല. നല്ല അനുഭവങ്ങളായിട്ട് പോവാന്നുള്ളതാണ് പറയാനുള്ളത്. ഇതുവരെ നല്ല സപ്പോർട്ട് ഉണ്ട്, ഇനിയും കട്ടയ്ക്ക് തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഉറച്ച ഉറപ്പാണ് നമ്മുടെ കളക്ടറുടെ ഭാഗത്തുനിന്ന് കിട്ടിയിരിക്കുന്നത്.